ഇതിപ്പോ അമ്മയും ചേച്ചിയും കൂടെ കുംഭകർണനെ പോലെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങിയപ്പോ ഏതോ നല്ല കള്ളം വന്ന് പണി പറ്റിച്ചു, അത്ര തന്നെ. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? തലയ്ക്ക് സ്വയം കെടുന്നു. ശരി, മിണ്ടുന്നില്ല. ഒറ്റ ചോദ്യം, പണം കാണാനില്ലെന്ന് അറിഞ്ഞുടനെ ഈ ശാലിനി ചേച്ചി ഇതെങ്ങോട്ടാ പോയത്? അതെന്താ ആരും അന്വേഷിക്കാത്തത്? അവള് ചിലപ്പോ പോലീസിൽ പരാതി കൊടുക്കാൻ പോയതായിരിക്കും. നിങ്ങളോടല്ലേ പറഞ്ഞ മിണ്ടാതിരിക്കാൻ? എന്റെ ദൈവമേ, ശ്രീരഞ്ജനയോട് ഞാൻ ഇനി എന്ത് പറയും? അവളെയും കൂടി നാണം കെടുത്തിയതുപോലെ ആയല്ലോ. എനിക്കിനി ചത്താ മതി എന്നാ തോന്നുന്നത്. വരൂ. അകത്തോട്ട് കയറണോ ചേച്ചി? വേണ്ടടാ, അവൾ ഈ വരാന്തി നിന്ന് വേണം കരയാൻ. അത് അവളുടെ ഈ ഹോട്ടലിൽ ചായ നക്കാൻ വരുന്ന നാട്ടുകാരെ കാണിക്കണം എനിക്ക്. മാഡം, ഒരു നിമിഷം. മാഡം വിളിച്ച അനുസരിച്ച് ഞങ്ങൾ വന്നു. പക്ഷെ വീടിനകത്തേക്ക് കയറാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതെന്താ? എനിക്ക് അവകാശപ്പെട്ട ഭൂമിയും വീടുമായത്. ഇവിടെ ഞാനുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുറെ പേര് വാടക പോലും തരാതെ അട്ടിപ്പേറ് കിടക്കുന്ന കാണാൻ ബുദ്ധിമുട്ടുണ്ട്. അത് തന്നെയാ കാര്യം. ശരി, ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ശാരദാമ്മേ, ആരും ഇല്ല ഇവിടെ? ശാരദാമ്മേ, പെട്ടെന്ന് വരാൻ പറ. 10 ലക്ഷവും കിട്ടി ഇടപാട് തീർത്ത് ഞങ്ങൾക്ക് പോവാനുള്ളതാ. ഗോപാലകൃഷ്ണ, സ്മാർട്ട് ആവാം, പക്ഷേ ഓവർ സ്മാർട്ട് ആവരുത്. മനസ്സിലായോ? ഓ, ആരാ കൂടുതൽ സ്മാർട്ടെന്ന് അവർക്കിപ്പം ബോധ്യം വന്നുള്ളൂ. ഓ, വലിയൊരു IPS കാരി വന്നിരിക്കുന്നു. ശാരദാമ്മേ, ഗോപാലകൃഷ്ണനും രാജേശ്വരിയും വന്നിട്ടുണ്ട്. 10 ലക്ഷം രൂപ കൊടുത്ത് അവരുടെ ഇടപാട് തീർത്ത് പറഞ്ഞു വിടണം. എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാരോടും. കാര്യവും കഥാപ്രസംഗമൊന്നുമില്ല. എനിക്ക് എന്റെ പണം കിട്ടിയാ മതി. പോണം ഞങ്ങൾക്ക്. അത് ഇന്ന് രാവിലെ പണം തരാന്ന് തന്നെയാ നിങ്ങളോട് വാക്ക് പറഞ്ഞത്. പക്ഷെ ഇന്നലെ രാത്രി ഇവിടെ മോഷണം നടന്നു. ആ പണം കള്ളം കൊണ്ടുപോയി. വാട്ട്? മോഷണോ? എന്താ ശാരദാമ്മേ നിങ്ങളീ പറയുന്നേ? ഭലേ ബേഷ്, സൂപ്പർ നാടകം. ഇവരിങ്ങനെ തന്നെ എന്തെങ്കിലും പറയുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതെ, കുടുംബശ്രീ ശാരദയുടെ ഫാനല്ലേ ശ്രീരഞ്ജിനി മാഡം? കുറുക്കന്റെ മുഖം മൂടി ഇപ്പൊ അഴിഞ്ഞു വീണത് കണ്ടല്ലോ. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞത് സത്യമാണ്. അല്ല, നിങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം കള്ളമാണ്. നിങ്ങളെപ്പോലൊരു ഭൂലോക കള്ളിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അടിമുടി കള്ളം മാത്രം. രാജേശ്വരി, മൈൻഡ് യുവർ വേർഡ്സ്.
എന്തോന്ന് മൈൻഡ്, എന്തോന്ന് വേർഡ്സ്. അല്ല, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ഇവര് റോഡിൽ കൂടെ നടന്ന കാശ് കള്ളം പിടിച്ചു പറിച്ചോണ്ട് പോവും. ഇവരുടെ അലമാരയിൽ മാത്രം മായാവിയായി വരുന്ന കള്ളൻ പണം എടുത്തോണ്ട് പോവും. ഇവർക്ക് ചുറ്റും ഇതിനു മാത്രം കള്ളന്മാരെവിടുന്ന? ഈ അത്ഭുത പ്രതിഭാസത്തിന്റെ പേരെന്താ? ചാത്തൻ സേവയോ അതോ ഒടിയൻ സേവയോ? അതെ, മാഡത്തിന് ഇപ്പോഴും കഥ മുഴുവനായിട്ടങ്ങ് പിടികിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ കൊടുത്ത 10 ലക്ഷം രൂപ ഇവര് 2 കൈ നീട്ടി വാങ്ങിയതാ. ഈ വീടും ഭൂമിയും ഒഴിയാനുള്ള പ്രതിഫലമായിരുന്നു അത്. വീടും സ്ഥലവും ഒഴിയാതെ തന്നെ ആ 10 ലക്ഷം രൂപ മടിക്കുത്തിൽ വയ്ക്കാനുള്ള തന്ത്രമായിരുന്നു അന്ന് പറഞ്ഞ ബൈക്കിലെ പിടിച്ചുപറിക്കാരന്റെ കഥ. പിന്നീട് നടത്തിയ ഒന്നാന്തരം ഒരു പൊറാട്ടു നാടകമായിരുന്നു ഇവിടെ നടന്ന ഫുഡ് ഫെസ്റ്റിവൽ. അയ്യോ, ഹോട്ടൽ പൊളിഞ്ഞു വീണേ, ജോലിക്കാർക്ക് വെട്ടുകൊണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇവര് നിങ്ങളെ കൊണ്ട് ആ ഫുഡ് ഫെസ്റ്റിവൽ നടത്തിച്ചില്ലേ? അതിന് കാശ് എത്ര പിരിഞ്ഞു വന്നേന്ന് വല്ല ഊഹമുണ്ടോ മാഡത്തിന്? അതിന്റെ കണക്കെവിടെ? അന്വേഷിച്ചോ മാഡം അതൊക്കെ? അതെ, ശ്രീരഞ്ജിനി മാഡത്തിന് മുന്നിൽ വാക്ക് പറഞ്ഞു പോയതുകൊണ്ട് ഇവർക്കിപ്പോ ഞങ്ങളുടെ 10 ലക്ഷം രൂപ തിരിച്ചു തരാതിരിക്കാൻ നിർവാഹമില്ലെന്നായി. സത്യഭാമയുടെ സഹതാപം പിടിച്ചുപറ്റി പാചക മത്സരത്തിന് 11 ലക്ഷം രൂപ സമ്മാനമായി കിട്ടിയ കഥ നാട്ടിൽ മൊത്തം പാട്ടാവുകയും ചെയ്തു. അപ്പൊ വീണ്ടും ഞങ്ങളുടെ പണം തിരിച്ചു തരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിലൊരു കള്ളം കയറണം, അത്രേ ഉള്ളൂ. രാജേശ്വരി, നീ ദൈവത്തിന് നിരക്കാത്തൊന്നും പറയരുത്. ദൈവത്തിന് നിരക്കാത്തത് ചെയ്യുന്നത് നിങ്ങളാ ശാരദേ. ഇപ്പൊ മൊത്തം 21 ലക്ഷം രൂപയാ കള്ളന്മാരുടെ കഥ പറഞ്ഞ് നിങ്ങൾ പൂഴ്ത്തി വെച്ചിരിക്കുന്നത്. അതില് 10 ലക്ഷവും ഇപ്പൊ കാല് ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമിയും എന്റെയും എന്റെ ഭർത്താവിന്റെയുവാ. അല്ലാന്ന് പറയാൻ കഴിയൂ നിങ്ങൾക്ക്? എന്തിനാ വെറുതെ ഒരു കണക്കെടുപ്പൊക്കെ? മാഡം അല്ലേ ഇതിന്റെ മധ്യസ്ഥ. മാഡം തന്നെ ഒരു തീർപ്പ് പറഞ്ഞാൽ മതി. ശാരദാമ്മ പറയുന്ന മോഷണം സത്യമാണെങ്കിലോ? എങ്കിൽ പക്ഷേ അതുകൊണ്ട് എന്നീ വാക്കുകളൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട ശ്രീരഞ്ജിനി മാഡം. ഇത്രയും ക്ഷമിച്ചു കഴിഞ്ഞു ഞങ്ങള്. ഇനി വേണ്ടത് ന്യായമായൊരു തീർപ്പാ. അയ്യോ, അവരോട് പണം എപ്പോ തിരിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചാ മതി. എനിക്കിപ്പോ പെട്ടെന്ന് അങ്ങനെ ഒരു തീയതി. ശരി, എങ്കിൽ ആ 10 ലക്ഷത്തിന്റെ കാര്യം ഞങ്ങൾ അങ്ങ് വിട്ടയക്കാം. പകരം ഞങ്ങൾ പ്രമാണം കൊണ്ടുവന്നിട്ടുണ്ട്. അതിലോ